മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം ചർച്ചയാകുന്നു. ഇനിയും അത് ആവർത്തിച്ചാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ചിനിടെയാണ് ആരുടെയും പേര് പരാമർശിക്കാതെയുള്ള പ്രസ്താവന. 10-15 വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വലിയ ചർച്ചയ്ക്കാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുടക്കമിട്ടിരിക്കുന്നത്. അതായത് മലയാള സിനിമയിലെ തന്നെ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് എന്നൊരു പ്രസ്താവനയാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നടന്റെ പേര് പരാമർശിക്കാതെയാണ് ഈ ഒരു പ്രസ്താവന. വലിയ വിവാദം, അതായത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന കാര്യം ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നില്ല. തന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗത്താണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ പല പേരുകൾ ഇക്കാര്യത്തിൽ പറഞ്ഞു കേൾക്കുകയും അഭ്യൂഹങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുകയും എല്ലാം ചെയ്തു. പല നടന്മാരുടെയും പ്രമുഖ നടന്മാരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി തന്നെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്, വലിയ മാലപ്പടക്കത്തിനാണ് ഇന്ന് തിരികൊളുത്തിയത് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത് വേണ്ടായിരുന്നു, ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ്, ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്, അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നെല്ലാമായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, പ്രമോഷൻ ചടങ്ങുകൾ അവസാനിക്കാറായ സമയത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഒരിടത്ത് പോലും ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ഒരു സൂചന പോലും ലിസ്റ്റിൻ സ്റ്റീഫൻ നൽകിയിട്ടുമില്ല. മലയാള സിനിമയിലെ ചില അനാരോഗ്യകരമായ പ്രവണതകളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുറന്നു കാണിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ തന്നെ സിനിമാ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഫലം വാങ്ങുന്നു, അത് നിർമ്മാതാക്കൾക്ക് താങ്ങാവുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ മുന്നോട്ട് വന്നിരുന്നു. മാത്രമല്ല, അങ്ങനെ വലിയ പ്രതിഫലം വാങ്ങുകയാണ് എങ്കിൽ അത്തരം താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കുറഞ്ഞ പ്രതിഫലം വാങ്ങി ആ കഥാപാത്രത്തിന്, തങ്ങളുടെ സിനിമയ്ക്ക് അനുയോജ്യമായ കഥാപാത്രത്തിന് അനുയോജ്യരായ നിരവധി പേരെ ഒരേ സമയം കണ്ടെത്തുമെന്നും ഒരു നടൻ കൂടുതൽ തുക ചോദിക്കുകയാണ് എങ്കിൽ മറ്റൊരാളെ ഒരു ചോയ്സ് എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുമെന്നെല്ലാമുള്ള കാര്യങ്ങൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയും ചെയ്തു. എന്നാൽ ഈ ഒരു പ്രസ്താവന ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് വ്യക്തമല്ല. ഇത് ഏതെങ്കിലും സിനിമയുടെ ഒരു പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതാണോ എന്നതടക്കം ഒരു വ്യക്തതയും ഇക്കാര്യത്തിൽ വന്നിട്ടുമില്ല. ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരടക്കം ലിസ്റ്റിൻ സ്റ്റീഫനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹം ഇതിൽ ഒരു പ്രതികരണത്തിന് നിലവിൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അങ്ങനെ വലിയ ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. മലയാള സിനിമയിൽ നേരത്തെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങളെല്ലാം തന്നെ ഉടലെടുത്തിരുന്നു വിവിധ വിഷയങ്ങളിൽ. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി തന്നെ ഒരു പ്രമുഖ നടനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുകൾ വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ആ പ്രമുഖ നടൻ ആരാണ് എന്നും ആ പ്രമുഖ നടൻ ചെയ്ത തെറ്റ് എന്താണ് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പരസ്യമായി പറയാൻ തയ്യാറാകുമോ എന്നത് തന്നെയാണ് ചർച്ചയാകുന്ന ഒരു വിഷയം. ശരി ജിജീഷ്, എന്തായാലും മലയാള സിനിമയെ ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ തുടക്കമിട്ടിട്ട്. അതായത് ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് എന്ന പരാമർശം അത് വലിയ ചർച്ചകൾക്ക് തന്നെ, വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ അത് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.